ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക. Using the Euclidean inner product in R2, find the orthogonal projection of U onto V. Euclidean inner product എന്ന് പറഞ്ഞാൽ അത് ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ഇനി ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് യു ഓൺ ടു വിയുടെ അർത്ഥം എന്താണ് എന്ന് നോക്കാം. യു എന്ന് പറയുന്നത് 4,2 ആണ്. 4,2 പ്ലോട്ട് ചെയ്തു, ഞാൻ ഒറിജിനുമായിട്ട് ജോയിൻ ചെയ്തു. സോ വെക്ടർ യു നമുക്ക് കിട്ടും. വി എന്ന് പറയുന്നത് 3,4 ആണ്. 3,4 ഞാൻ പ്ലോട്ട് ചെയ്തു, ഒറിജിനുമായിട്ട് ജോയിൻ ചെയ്തു. ആ കിട്ടുന്ന വെക്ടർ വെക്ടർ വി ആണ്. ഇനി എന്താണ് ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് യു ഓൺ ടു വി? എൻ്റെ ഹാൻഡ് മൂവ്മെന്റ് ശ്രദ്ധിക്കുക. യുവിൽ നിന്ന് വിയിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു 90 ഡിഗ്രി കിട്ടുന്ന രീതിയിൽ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഇവിടെ പറയുന്നു യു ഓൺ ടു വി ആണ്. സോ യുവിൽ നിന്ന് വിയിലേക്ക് പോകുമ്പോൾ ഇവിടെ 90 ഡിഗ്രി കിട്ടുന്ന രീതിയിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ഓഫ് യു ഓൺ ടു വി. ഈ വെക്ടറിന്റെ ഡയറക്ഷൻ വി വെക്ടറിന്റെ അതേ ഡയറക്ഷൻ ആണ്, സെയിം ഡയറക്ഷനാണ്. ഡയറക്ഷൻ മാറുന്നില്ല, ലെങ്തേ മാറുന്നുള്ളൂ. ഡയറക്ഷൻ ഇസ് ദ സെയിം. അതുകൊണ്ട് ഈ വെക്ടറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു വെക്ടർ വി ആയിരിക്കും. കാരണം ഡയറക്ഷൻ മാറുന്നില്ല, സെയിം ഡയറക്ഷൻ ആണല്ലോ. ഫോർമുല ഉണ്ട്, ഫോർമുലയിൽ ഇട്ട് തന്നെ പ്രോബ്ലം ചെയ്യാം. പ്രൊജക്ഷൻ ഓഫ് യു ഓൺ ടു വി ഇസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് യു കോമ വി ബൈ ഇന്നർ പ്രോഡക്റ്റ് വി കോമ വി ഇൻറ്റു വി. ഇതെങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കുക. ന്യൂമറേറ്ററില് ഇന്നർ പ്രോഡക്റ്റ് യു കോമ വി, ഡിനോമിനേറ്ററില് ഇന്നർ പ്രോഡക്റ്റ് വി കോമ വി, പിന്നെ ഒരു വി ഇസ് ഈക്വൽ ടു. ഇവിടെ ഇന്നർ പ്രോഡക്റ്റ് യു കോമ വി എന്ന് പറയുന്നത് യൂക്ലിഡിയൻ ഇന്നർ പ്രോഡക്റ്റ് ആണ്, അഥവാ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. യു ഡോട്ട് വി. ഇന്നർ പ്രോഡക്റ്റ് വി കോമ വി എന്ന് പറയുന്നത് വി ഡോട്ട് വി. വി എന്ന് പറയുന്നത് 3,4 ആണ്, അതുകൊണ്ടാണ് 3,4 എഴുതിയിരിക്കുന്നത്. സോ ദിസ് ബിക്കംസ് യു ഡോട്ട് വി. യു എഴുതാം 4,2 ഡോട്ട് വി എഴുതാം 3,4 ബൈ വി ഡോട്ട് വി. 3,4 ഡോട്ട് 3,4 ഇതാദ്യം കണ്ടുപിടിക്കുക. ഇൻറ്റു 3,4 ഇസ് ഈക്വൽ ടു ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 4 ഇൻറ്റു 3 12 പ്ലസ് സെക്കൻഡ് കോർഡിനേറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 4 8 ബൈ ഡിനോമിനേറ്ററിൽ ഫസ്റ്റ് കോർഡിനേറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു 3 9 പ്ലസ് 4 ഇൻറ്റു 4 16 3,4 which is equal to 12 plus 8 20 ആണ്. ബൈ 16 plus 9 25 ആണ്. ഇൻറ്റു 3,4 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 20 ഇൻറ്റു 3 ബൈ 25 20 ഇൻറ്റു 4 ബൈ 25. So this is equal to 20 into 3 എന്ന് പറയുന്നത് 60 by 25, 20 into 4 എന്ന് പറയുന്നത് 80 by 25. Projection of U onto V is 12 by 5, 16 by 5. Vector ആയിട്ട് എഴുതുവാണെങ്കിൽ 12 by 5i plus 16 by 5j. അതിന് ആവശ്യമില്ല, കോർഡിനേറ്റ്സ് ആയിട്ട് എഴുതിയാൽ മതി. സോ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് 12 by 5ഉം 16 by 5. Okay, I'll move on to the next problem. Question നോക്കുക. Determine whether the set of vectors v1 and v2 in R2 are orthogonal. If the set is orthogonal, then determine whether it is also orthonormal. ആദ്യം ഈ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഓർത്തോഗണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ആകെ 2 വെക്ടേഴ്സേ ഉള്ളൂ, അതുകൊണ്ട് ഇന്നർ പ്രോഡക്റ്റ് v1 v2 0 ആണോ എന്ന് നോക്കണം. ആദ്യം ഇന്നർ പ്രോഡക്റ്റ് v1 v2 എന്ന് പറയുന്നത് ഇവിടെ പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയാത്തത് കൊണ്ട് തന്നെ അത് യൂക്ലിഡിയൻ ഇന്നർ പ്രോഡക്റ്റായ ഡോട്ട് പ്രോഡക്റ്റാണ്. Equal to 3 by 5, 4 by 5 dot minus 4 by 5, 3 by 5.
വിച്ച് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് കോർഡിനേറ്റിനെ ഫസ്റ്റ് കോർഡിനേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു -4 -12 ആണ്. 5 ഇൻറ്റു 5 25 ആണ്. പ്ലസ് അതുപോലെ സെക്കൻഡ് കോർഡിനേറ്റിനെ സെക്കൻഡ് കോർഡിനേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12/25 കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു 0. Since the inner product is equal to 0, V1 and V2 are orthogonal. ചോദ്യത്തിന് ബാക്കി നോക്കുക. സെറ്റ് ഓർത്തോഗണൽ ആയാൽ ഓർത്തോനോർമൽ ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യാം. സെറ്റ് ഓർത്തോഗണൽ ആയിരിക്കണം. പുറമേ ഓരോ വെക്ടേഴ്സിൻ്റെയും നോം 1 ആയിരിക്കണം. അതാണ് ഓർത്തോനോർമൽ സെറ്റ്. Norm of V1. ഇന്നർ പ്രോഡക്റ്റ് ഡോട്ട് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നോർമലി നോം ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. Root of 3/5 square 9/25 plus 4/5 square 16/25, which is equal to root 25/25 is equal to 1. അടുത്തത് norm V2. Root of -4/5 square 16/25 plus 3/5 square 9/25. അപ്പോൾ അത് ഓർത്തോനോർമൽ കൂടിയാണ്. ആദ്യം ചോദിച്ചിരിക്കുന്നത് V1 ഉം V2 ഉം ഓർത്തോഗണൽ ആണോ എന്ന് നോക്കാനാണ്. ഇന്നർ പ്രോഡക്റ്റ് ഓഫ് V1 V2 എടുത്തു, അതായത് ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് V1 V2 എടുത്തു, അത് 0 കിട്ടി, അതുകൊണ്ട് അത് ഓർത്തോഗണലായി. ഇനി അത് ഓർത്തോനോർമൽ കൂടിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓർത്തോനോർമൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് വെക്ടേഴ്സ് 1 ആയിരിക്കണം. നോം V1 റൂട്ട് ഓഫ് ഫസ്റ്റ് കോർഡിനേറ്റ് സ്ക്വയർ സെക്കൻഡ് കോർഡിനേറ്റ് സ്ക്വയർ, അത് 1 ആയി. നോം V2 റൂട്ട് ഓഫ് ഫസ്റ്റ് കോർഡിനേറ്റ് സ്ക്വയർ സെക്കൻഡ് കോർഡിനേറ്റ് സ്ക്വയർ, അതും 1 ആയി. അപ്പൊ അങ്ങനെ നമുക്ക് ലെങ്ത് 1 ആയി. രണ്ട് വെക്ടേഴ്സിനെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 ആയി, സോ ദേ ആർ ഓർത്തോഗണൽ. രണ്ട് വെക്ടേഴ്സിന്റെ ലെങ്ത് 1 ആയി, സോ ദേ ആർ ഓർത്തോനോർമൽ. ഓർത്തോനോർമൽ സെറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് അത് ഓർത്തോഗണൽ സെറ്റ് ആയിരിക്കണം. പുറമെ ഓരോ വെക്ടേഴ്സിന്റെ ലെങ്ത് 1 ആയിരിക്കും. സോ ദിസ് ഇസ് ആൻ ഓർത്തോനോർമൽ സെറ്റ്. ക്വസ്റ്റ്യൻ നോക്കുക. യൂസ് ഓർത്തോഗണാലിറ്റി ടു ടെസ്റ്റ് വെദർ ദ സെറ്റ് ഓഫ് 4 വെക്ടേഴ്സ് തന്നിട്ടുണ്ട് ഇസ് എ ബേസിസ് ഫോർ R4. ഒരു സെറ്റ് R4ന്റെ ബേസിസ് ആകണമെങ്കിൽ ആ സെറ്റിൽ 4 വെക്ടേഴ്സ് വേണം. ഈ സെറ്റിൽ 4 വെക്ടേഴ്സ് ഉണ്ട്. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഒരു സെറ്റ് ഓർത്തോഗണൽ സെറ്റ് കൂടി ആയിരിക്കണം. ഓർത്തോഗണൽ സെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സെറ്റിലെ എനി പെയർ ഓഫ് വെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ വെക്ടേഴ്സ് ഓർത്തോഗണൽ ആയിരിക്കണം. ഈ ഒരു സെറ്റിൽ നിന്ന് നിങ്ങൾ എങ്ങനെയൊക്കെ ഏതൊക്കെ പെയർ എടുത്തു കഴിഞ്ഞാലും ആ പെയർ ഓഫ് വെക്ടേഴ്സ് ഓർത്തോഗണൽ ആയിരിക്കണം. നമുക്ക് എല്ലാ പെയറുകളും എടുക്കാം, എന്നിട്ട് ആ എല്ലാ പെയറുകളും ഓർത്തോഗണൽ എന്ന് തെളിയിക്കാം. ആദ്യത്തെ വെക്ടറിനെ V1 എന്ന് ഞാൻ വിളിക്കുന്നു. 2 3 2 -2. രണ്ടാമത്തെ വെക്ടറിനെ V2 എന്ന് വിളിക്കുന്നു. 1 0 0 1. മൂന്നാമത്തെ വെക്ടറിനെ V3 എന്ന് വിളിക്കുന്നു. -1 0 2 1. നാലാമത്തെ വെക്ടറിനെ V4 എന്ന് വിളിക്കുന്നു. -1 2 -1 1. V1 ഡോട്ട് V2 എടുക്കാം. ഇന്നർ പ്രോഡക്റ്റ് ആണ് എടുക്കേണ്ടത്, പക്ഷെ ഇവിടെ ഇന്നർ പ്രോഡക്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. യൂക്ലിഡിയൻ ഇന്നർ പ്രോഡക്റ്റ് ആയി ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. V1 ഡോട്ട് V2 ദാറ്റ് ഇസ് ഈക്വൽ ടു 2 into 1 2 പ്ലസ് 3 into 0 0 ആയതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. പ്ലസ് 2 into 0 ഞാൻ എഴുതുന്നില്ല. -2 into 1 -2, അത് 0 ആണ്. V1 V2 എന്ന പേരിന് ഈ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ്. അടുത്തത് V1 ഡോട്ട് V3 എടുക്കാം. V1 ഡോട്ട് V3 2 into -1 -2 പ്ലസ് 3 into 0 0 ആയതുകൊണ്ട് എഴുതുന്നില്ല. പ്ലസ് 2 into 2 4 പ്ലസ് -2 into 1 -2 സം എടുക്കുമ്പോൾ പിന്നെയും 0. V1 V3 എന്ന പേരിനും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0, അതായത് V1 is orthogonal to V3.
അടുത്തത് v1 v4 എടുക്കാം. v1 ഡോട്ട് v4 2 into -1 -2 plus 3 into 2 plus 6 plus 2 into -1 -2 minus 2 into 1 -2 0 ആണ്. v1 v4 എന്ന പെയറിനും ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ്. v1 ഉം v4 ഉം ഓർത്തോഗണൽ ആണ്. v1 ഉപയോഗിച്ചുള്ള കോമ്പിനേഷൻസ് ഒക്കെ കഴിഞ്ഞു. അടുത്തത് v2 ഉപയോഗിച്ചുള്ള കോമ്പിനേഷൻസ് എടുക്കാം. v2 ഡോട്ട് v1 അത് എഴുതേണ്ട കാര്യമില്ല. v2 ഡോട്ട് v1 എന്ന് പറയുന്നത് v1 ഡോട്ട് v2 എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. സോ അടുത്തത് v2 ഡോട്ട് v3 1 into -1 0 into 0 0 into 2 അത് രണ്ട് 0 എഴുതുന്നില്ല. പ്ലസ് 1 into 1 plus 1 അത് 0 ആണ്. അടുത്തത് v2 v4 കോമ്പിനേഷൻ v2 ഡോട്ട് v4 1 into -1 0 into 2 0 0 into -1 0 അടുത്ത 1 into 1 plus 1 അതും 0. അങ്ങനെ v2 ഉപയോഗിച്ചുള്ള കോമ്പിനേഷൻസും കഴിഞ്ഞു. അടുത്തത് v3 ഉപയോഗിച്ചുള്ള കോമ്പിനേഷൻ നോക്കാം. v3 v1 ആ കോമ്പിനേഷൻ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. v1 ഡോട്ട് v3 v3 ഡോട്ട് v1 സെയിം ആയിരിക്കും. അടുത്തത് v3 ഡോട്ട് v4 v3 ഡോട്ട് v4 which is equal to -1 into -1 1 0 into അത് എഴുതുന്നില്ല 0 into anything is 0 plus 2 into -1 -2 plus 1 into 1 plus 1 അതും 0. v3 ഉപയോഗിച്ചുള്ള കോമ്പിനേഷൻസ് കഴിഞ്ഞു. അടുത്തത് v4ന്റെ കോമ്പിനേഷൻസ്. v4 ഡോട്ട് v1 എന്ന് പറയുന്നത് v1 ഡോട്ട് v4 ആണ്, അത് കഴിഞ്ഞു. v4 ഡോട്ട് v2 എന്ന് പറയുന്നത് v2 ഡോട്ട് v4 ആണ്, അതും കഴിഞ്ഞു. v4 ഡോട്ട് v3 എന്ന് പറയുന്നത് v3 ഡോട്ട് v4 അതും കഴിഞ്ഞു. അപ്പോൾ എല്ലാ കോമ്പിനേഷൻസ് എടുത്തു കഴിഞ്ഞു. ഏത് കോമ്പിനേഷൻസ് എടുക്കുമ്പോഴും എന്താണ് ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണ്. അതായത് ഏത് പെയർ ഓഫ് വെക്ടേഴ്സ് എടുത്താലും ആ പെയർ ഓഫ് വെക്ടേഴ്സ് ഓർത്തോഗണൽ ആണ്. അതായത് ഈ സെറ്റ് ഓർത്തോഗണൽ ആണ്. സെറ്റിൽ 4 വെക്ടേഴ്സ് ഉണ്ട്. ഏതൊരു പെയർ ഓഫ് വെക്ടേഴ്സ് എടുത്താലും ഇന്നർ പ്രോഡക്റ്റ് ഇവിടെ അത് ഡോട്ട് പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു 0 ആണ്. അതായത് ഏതൊരു പെയർ ഓഫ് വെക്ടേഴ്സ് എടുത്താലും അത് ഓർത്തോഗണൽ ആണ്. അതുകൊണ്ട് ഇത് ഓർത്തോഗണൽ സെറ്റ് ആണ്. സെറ്റ് ആസ് 4 വെക്ടേഴ്സ് ആൻഡ് ദ സെറ്റ് ഇസ് ഇൻ ഓർത്തോഗണൽ സെറ്റ്. അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഇസ് എ ബേസിസ് ഫോർ R4. ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ കോർഡിനേറ്റ് മാട്രിക്സ് ഓഫ് ദിസ് വെക്ടർ റിലേറ്റഡ് ടു ദ ഓർത്തോനോർമൽ ബേസിസ് ഫോർ R3. ഇത് ഓർത്തോനോർമൽ ബേസിസ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഓർത്തോനോർമൽ ബേസിസ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് പോയിന്റ് അതൊരു ബേസിസ് ആയിരിക്കും. സെക്കൻഡ് പോയിന്റ് ഇതൊരു ഓർത്തോഗണൽ സെറ്റ് ആയിരിക്കും. അതായത് ഈ സെറ്റിലെ ഏത് പെയർ ഓഫ് വെക്ടേഴ്സ് എടുത്താലും അത് ഓർത്തോഗണൽ ആയിരിക്കും. ഏത് പെയർ ഓഫ് വെക്ടേഴ്സ് എടുത്താലും അവയുടെ ഇന്നർ പ്രോഡക്റ്റ് 0 ആയിരിക്കും. മൂന്നാമത്തത് ഓരോ വെക്ടേഴ്സിന്റെയും നോം എടുക്കുമ്പോൾ 1 ആയിരിക്കും. ഇതിന്റെ നോം 1, ഇതിന്റെ നോം 1, ഇതിന്റെ നോം 1. അങ്ങനെ ഈ 3 കണ്ടീഷൻസും ഈ സെറ്റ് സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ ഓർത്തോനോർമൽ ബേസിസ് എന്ന് വിളിക്കുന്നത്. ഓർത്തോനോർമൽ ബേസിസ് ആണെങ്കിൽ മാത്രം ഞാൻ ഈ ചെയ്യുന്നത് പോലെ പ്രോബ്ലം ചെയ്യുക. ഇത് എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ സാധാ ബേസിസിന് ഇത് വർക്കാവില്ല. ഓർത്തോനോർമൽ ബേസിസ് ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ വെക്ടറും ബേസിസിന്റെ ഫസ്റ്റ് വെക്ടറുമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. ആദ്യം 5 - 5 2 dot 3/5 4/5 0 which is equal to 5 into 3/5 which is 3 minus 5 into 4/5 which is minus 4 2 into 0 which is 0. Ignore ചെയ്യാം. 3 minus 4 is minus 1. അടുത്തത് തന്നിരിക്കുന്ന വെക്ടറിനെ ഈ ബേസിസിലെ രണ്ടാമത്തെ വെക്ടറുമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. 5 minus 5 2 dot minus 4/5 3/5 0 which is equal to 5 into minus 4/5 which is minus 4 minus 5 into 3/5 which is minus 3 which is equal to minus 7. Next one. തന്നിരിക്കുന്ന ഈ വെക്ടറിനെ ഓർത്തോനോർമൽ ബേസിസിലെ മൂന്നാമത്തെ വെക്ടറുമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക.
is equal to 5 into 0 is 0, minus 1 into 0 is 0, 2 into 1 is 2. So the coordinate matrix of 5 minus 5 2 relative to the basis, to the orthonormal basis B is equal to column wise minus 1, minus 7, 2.